ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു തീയലിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ ഓണത്തിനൊക്കെ പ്രധാനപ്പെട്ട ഒരു തീയലാണ് ഉള്ളിത്തീയൽ. ഇത് ചോറിനോ ചപ്പാത്തിക്കോ ഒക്കെ കൂട്ടാനായിട്ട് നല്ലൊരു കറിയാണ്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാൻ ഏകദേശം 1 കിലോ ഉള്ളിയുണ്ട്. എല്ലാം തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതാണ്. അതുപോലെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. എരിവിനനുസരിച്ച് പച്ചമുളകൊക്കെ എടുത്താൽ മതി. ഞാൻ കുറച്ച് തേങ്ങ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വാളംപുളിയാണ്. ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പിഴിഞ്ഞൊഴിച്ചാൽ മതി. ഇനി തേങ്ങ ചിരകിയത്, ഇത് 1.5 തേങ്ങയാണ്. മീഡിയം സൈസിലുള്ള 1.5 തേങ്ങ, ഒരു തേങ്ങയും ഒരു തേങ്ങയുടെ പകുതിയും ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കാം. ഈ തേങ്ങ നല്ല വിളഞ്ഞ തേങ്ങയായിരിക്കണം കേട്ടോ, തീയലിന് നമ്മൾ എടുക്കുമ്പോഴത്തേന്. ഇതിൽ അതിന് എണ്ണമയൊക്കെ കാണുള്ളൂ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. നമുക്കിതൊന്ന് നല്ല ഡാർക്ക് ബ്രൗൺ ആകുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. ഏകദേശം മൂത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. എരിവിനനുസരിച്ച് മുളക് പൊടി ഇടാം. ഞാൻ പച്ചമുളക് ഇച്ചിരി എരിവുള്ളതായതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ എടുത്തത്. അതുപോലെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടാം. ഒരുവിധം മൂത്തിട്ട് വേണം മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇടാൻ. ഇനി തീ വളരെ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഇത് വറുക്കുമ്പോഴത്തേനും ഒരു മീഡിയം ഫ്ലെയിം മതി. അപ്പം നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഇത്ര മൂത്താൽ മതി. ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് ആറിക്കഴിയുമ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. ഒരുപാട് ആറണ്ട, വെള്ളം ഒഴിക്കാതെ വേണം ഇത് അരച്ചെടുക്കാൻ. അത് പ്രത്യേകം ഓർത്തോണം. ഒട്ടും വെള്ളം ചേർക്കരുത് അരയ്ക്കുമ്പോൾ. ആ എണ്ണ കൊണ്ട് തന്നെ ഇത് അരഞ്ഞ് കിട്ടും. കണ്ടില്ലേ, നന്നായിട്ട് അരഞ്ഞ് കിട്ടി. ഞാൻ ഉള്ളിയെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കനം കുറച്ചാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. അരിഞ്ഞു കഴിഞ്ഞ് ഞാൻ ഒന്ന് അളന്ന് നോക്കുമ്പോൾ ഇത് 3 കപ്പ് ഉള്ളിയുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് കടുക് ഇടുക. കടുകൊക്കെ പൊട്ടിയെന്നാൽ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് 2-3 ഉണക്കമുളക് കൂടി ഇടാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് അതുകൂടി ഇടാം. ഇത് മൂക്കൊന്നും വേണ്ട, നമുക്ക് ഉള്ളിയിട്ട് വഴറ്റിയെടുക്കാനുള്ളതല്ലേ. ചെറുതായിട്ടൊന്ന് എണ്ണയിലൊന്ന് കിടന്നാൽ മതി. ഇനി ആ പച്ചമുളക് കൂടി ഇടാം. ഇതിലേക്ക് നമ്മുടെ ഉള്ളി അരിഞ്ഞ് വെച്ചതോട്ടിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൊണ്ടിടുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. 1/4 ടീസ്പൂൺ. ഇനി നല്ലപോലെ ഇളക്കി വറുത്തെടുക്കണം. ആദ്യം ഇച്ചിരി തീ കൂട്ടി വെക്കാം. പിന്നെ മൂക്കുമ്പോഴത്തേന് നമുക്ക് തീ കുറച്ച് വെക്കണം, അല്ല കരിഞ്ഞു പോകും പെട്ടെന്ന്.
ആദ്യം വെള്ളമൊക്കെ ഒന്ന് ഉള്ളിയുടെ പറ്റട്ടെ. ഇച്ചിരി തീ കൂട്ടി വെക്കുക. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം. ഇനി തീ കുറച്ച് വെക്കുക, അല്ലെ കരിഞ്ഞു പോകും. ഉള്ളിലേക്ക് ഒന്ന് വെന്ത് ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കണം. കരി പോലെ വറക്കൊന്നും വേണ്ട, നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇത്രയും മതി. ഇതിലേക്ക് നമുക്ക് ആ പുളി പിഴിഞ്ഞൊഴിക്കാം. ഇച്ചിരി ചൂടുവെള്ളത്തിൽ പുളി ഇട്ട് വെക്കാമെങ്കിൽ നന്നായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇതിലേക്ക് ചേർക്കാം. വെള്ളം ഒഴിച്ചരയ്ക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്. വെള്ളം ഒഴിക്കാതെ തന്നെ ഉള്ളി തീർന്ന് അരയ്ക്കണം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കാം. ഇത്രയും വെള്ളം മതി. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ കുറുകും കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട്. വളരെ രുചിയുള്ളൊരു തീയലാണ്. എന്നിട്ട് ഞാൻ ചൂടോടെ അതിലേക്ക് കോരി ഒഴിച്ചാണ്. ആറുമ്പോൾ ഇനിയും കുറുവും. ഇപ്പോൾ പാകത്തിനാകും വെള്ളം. എണ്ണയും തെളിയും നന്നായിട്ട് ആറിക്കഴിയുമ്പോൾ. ഇതുപോലെ നിങ്ങളും ഒന്ന് തീയൽ ഉണ്ടാക്കി നോക്കണം.